കോളർ കമ്പനിയുടെ ആന്തം സീരീസിൻ്റെ ഡൈവേർട്ടറാണിത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ആ ഡൈവേർട്ടർ. നിങ്ങൾ കണ്ടു കാണും. 3-വേ ഡൈവേർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിലൊരു മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ടൈൽസ് ഫിനിഷ് ലെവൽ വരേണ്ട മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതിന് മേളിൽ പോവുകയും ചെയ്യില്ല, മിനിമത്തിന് താഴെ വരികയും ചെയ്യില്ല. ഇത് കമ്പനി ഇട്ട് തന്നേക്കുന്ന ഒരു ലൈനാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ ഈ മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ സെൻറ്റർ ടൈല് വരണം. ഈ ഭാഗത്ത് ടൈല് വന്നാലേ നമുക്കിതിൻ്റെ ഔട്ടർ പ്ലേറ്റും ഇതിൻ്റെ ഇന്നർ പാർട്സും ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഏറ്റവും ബെസ്റ്റ് മിനിമം മാക്സിമം എന്ന് പറഞ്ഞാൽ മിനിമത്തിലും വന്ന് നിൽക്കാം, ടൈൽ ഫിനിഷ് ഈ മാക്സിമത്തിലും വന്ന് നിൽക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ടൈല് ഈ സെൻറ്റർ ഭാഗത്ത് വന്ന് നിൽക്കണം. സെൻറ്റർ ഭാഗത്ത് വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ടൈലിൻ്റെ തിക്നെസ് അറിഞ്ഞിരിക്കണം. എത്ര സെൻറ്റിമീറ്ററിലാണ് ടൈൽ ഒട്ടിക്കുന്നതെന്നും അതിൻ്റെ പേസ്റ്റ് എത്ര സെൻറ്റിമീറ്റർ വരും എന്നുള്ളത് കൃത്യമായ ധാരണ വേണം. ഒരു 1.5 മുതൽ 2 സെൻറ്റിമീറ്റർ വരെയാണ് ടൈലും പേസ്റ്റ് ഉൾപ്പെടെ വരുന്നത്. പണ്ടത്തെ പോലെ ഗ്രൗട്ടിലൊന്നും അല്ലല്ലോ ഇപ്പോൾ ഒട്ടിക്കുന്നത്. ഇപ്പോൾ മൊത്തം പേസ്റ്റ് വരുന്നുണ്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ അതിലൊട്ടിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ വരുമെന്ന് പറയാം. 1.5 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിന് വരാൻ സാധ്യത. ടൈൽസ് പല കമ്പനിയുടെ പല തിക്നെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1.5 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത ഡൈവേർട്ടറിൽ അതിൻ്റെ വര, ഇതിപ്പം കമ്പനി കൊടുത്ത 2 വര, അതിൽ ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ 2 വര ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലെവലാണ്, ഈ വര ഉണ്ടോ, ഈ വര ലെവലാണ് നമ്മൾ ഭിത്തി ലെവൽ. ഇപ്പം പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ബാത്റൂമാണല്ലോ പ്ലംബിങ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്ലാസ്റ്ററിങ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ വര ഫിറ്റ് ചെയ്യും. ഇത്രയും പാർട്സ് നമ്മൾ ഉള്ളിലോട്ട് പോകും. ഭിത്തിക്കുള്ളിലോട്ട് ഇവിടം വരെ ഭിത്തിക്കുള്ളിലോട്ട് പോകും. പിന്നെ ടൈൽ ഒട്ടിച്ച് വരുമ്പോൾ എന്താണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള സെൻട്രൽ പാർട്ട് കണ്ടോ, അവർ വരച്ചതിൻ്റെ കമ്പനി വരയുടെ സെൻട്രൽ പോർഷൻ ഇവിടം വരെ വരും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 സെൻറ്റിമീറ്റർ ടൈൽ ഫിനിഷിങ് വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഏറ്റവും ബെറ്ററായിട്ട് വരും. കാരണം എന്തെങ്കിലും ഒരു പാളിച്ച വെച്ച് അളവിൽ വ്യത്യാസം വന്നാൽ, ടൈലിൻ്റെ കനം കൂടിയാലോ ടൈലിൻ്റെ കനം കുറഞ്ഞാലോ ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റും ഇന്നർ പാർട്സും ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കത് സെറ്റ് ആകത്തില്ല. കണ്ടോ, ഇതിനകത്തൊക്കെ ഇനി ഒരുപാട് ഇന്നർ പാർട്സ് വരാനുള്ളതാണ്. അതിൻ്റെ ഔട്ടർ പ്ലേറ്റൊക്കെ വരും. അതിൻ്റെ ഫിനിഷിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാസ് MT ആണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. അതാണ്ട് CPVCയുടെ ബ്രാസ് 1 കര ബ്രാസ് MTA, 3/4 കര ബ്രാസ് MTA, അങ്ങനത്തെ ബ്രാസ് MTകളാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. PVCയുടെ എപ്പോഴും ബ്രാസ് തന്നെയാണ് ബെസ്റ്റ്. അപ്പം ഇതിൻ്റെ ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ രണ്ടാമത് ചെയ്തിടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ താഴെ അതിൻ്റെ കോൾഡ് ഇൻപുട്ട് ഇവിടെയാണ്. അത് 1/4 സൈസാണ്. 1 ഇഞ്ചിൻ്റെ CPVC പൈപ്പും 1/4 ബ്രാസ് MT ഇവിടെ കൊടുക്കും. ബാക്കി ഇതിൻ്റെ ഔട്ടെല്ലാം നമ്മൾ കൊടുക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പുകളാണ്. 1 സ്പൗട്ട്, 1 ഷവർ, 1 ഹാൻഡ് ഷവർ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ സൈറ്റിൽ വന്നേക്കുന്നത്. ഒരു ബെഡ്റൂമിൽ മാത്രം ബോഡി ജെറ്റ് വരുന്നുണ്ട്. ആ ബോഡി ജെറ്റ് വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് ബോഡി ജെറ്റ് വരുന്നത്. ഇത് നമ്മൾ ഫിറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ പിന്നാലെ ഇടാം. ഇതാണ് ബോഡി ജെറ്റ്. ഒരു ബെഡ്റൂമിൽ മാത്രം ബോഡി ജെറ്റ് വരും. ബാക്കിയൊന്നും ബോഡി ജെറ്റ് വെക്കില്ല. ഇപ്പോൾ ഇതിന് 2 സൈഡിലും വേ ഉണ്ട് കണ്ടോ. മുകളിലും ഉണ്ട് 3-വേ, താഴെയുണ്ട് 3-വേ. ഇത് പക്ഷേ ലിങ്ക്ഡാണ്. നമുക്കിപ്പം സ്പൗട്ട് വെക്കണമെങ്കിൽ ഇത് കണ്ടോ. ഇപ്പം ഈ ഡൈവേർട്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ താഴോട്ട് ഈ ഡൈവേർട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ കോൾഡ് വാട്ടറിന് വേണ്ടിയുള്ളതാണ് 1/4. ഇത് കോൾഡ് വാട്ടറിന് വേണ്ടിയുള്ളതാണ്. 1/4 MT വെക്കും ഇവിടെ. ഇതിനുശേഷം 3/4 കര ബ്രാസ് MT കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്പൗട്ടിലേക്ക് പോകാനുള്ളതാണ്. പിന്നെ 2 ഓപ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഡമ്മി വരുന്നുണ്ട്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലഗുകൾ വരുന്നുണ്ട്. അത് താഴെ ക്ലോസ് ചെയ്ത്, കാരണം താഴോട്ട് വേണ്ട, അതിൻ്റെ വേ നമുക്ക് മുകളിലോട്ടാണ് വേണ്ടത്. കണ്ടോ, അത് നമുക്ക് മുകളിലോട്ടാണ് വേണ്ടത്. ഇതൊന്ന് ഷവർ, ഇതൊന്ന് ഹാൻഡ് ഷവർ. ഈ സ്പൗട്ടിൻ്റെ സ്പേസ് മേളിൽ ഡമ്മി ഇട്ട് ക്ലോസ് ചെയ്തു. ഇത് ലിങ്കാണ്. താഴോട്ട് മേളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. ഏത് വഴി വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അപ്പം ഷവറും ഹാൻഡ് ഷവറും നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയും സ്പൗട്ട് മാത്രം താഴോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ പുതുതായിട്ട് ആന്തം സീരീസിൽപ്പെട്ട ഡൈവേർട്ടർ വെക്കുന്ന കൂട്ടുകാർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഗുഡ് ബൈ.